ഉണക്ക ചെമ്മീൻ ഇതുപോലെ കുറച്ചെടുത്ത് അതിൻ്റെ തലയെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിലേക്ക് വെറുതെ ഇടുക കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഇട്ട് നന്നായി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക്, എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും ഒരു വെളുത്തുള്ളിയും ഒരു 10 ചെറിയുള്ളിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 പിടി അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ നന്നായി ഒന്ന് ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ നിന്നും ചെറിയ പകുതിയോളം തന്നെ നമ്മളിതുപോലെ പുളിയും കൂടി എടുത്തിട്ട് നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മൾ ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത് നമ്മൾ പഴം കഞ്ഞിയുടെ കൂടെയാണെങ്കിലും നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് കറി ഒന്നും തന്നെ വേണമെന്നില്ല. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ ഈ ഒരു ചമ്മന്തി കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.